അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ആ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നോണം 31-ാമത്തെ ഈ ഒരു ഭാഗത്ത്, അപ്പോൾ കഴിഞ്ഞ ഭാഗത്തോടുനീളം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് റസൂലുള്ളാഹിന്റെ ത്വാഇഫിലേക്കുള്ള യാത്ര, അവിടെയുണ്ടായിരുന്ന അനുഭവങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 ഭാഗങ്ങളിലുള്ള വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു സന്ദർഭം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ചില നിമിഷങ്ങളിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് റസൂലുള്ളാഹി ആ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. ആദ്യത്തിലുള്ള ഉപരോധം 1.5 വർഷം ശഅബ അബീ ത്വാലിബ് എന്നറിയപ്പെടുന്ന താഴ്വരയിൽ പ്രയാസപ്പെടേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ തന്നെ മക്കയിൽ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ 2 അത്താണികളായിരുന്ന പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും അബൂ ത്വാലിബിന്റെയും വേർപാടുകൾ. അതും കഴിഞ്ഞ് റസൂലുള്ളാഹി പ്രതീക്ഷയോടുകൂടെ മറ്റൊരിടം തേടി ത്വാഇഫിലേക്ക് യാത്രയായ സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ എറിഞ്ഞോടിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് നടത്തിയ വികാര നിർഭരായിട്ടുള്ള പ്രാർത്ഥന, അതെല്ലാം കഴിഞ്ഞ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ മൊത്തത്തിൽ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന ഒരു പോയിന്റിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി കടന്നു പോകുന്ന ആ സാഹചര്യത്തെ സംബന്ധിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വമാ കാന റബ്ബുക നസിയ്യ. പക്ഷേ ഈ കഠിനമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള സാഹചര്യത്തിലൂടെ നടന്നു നീങ്ങുന്ന സന്ദർഭത്തിലും അതികഠിന സാഹചര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമ മുറുകെ പിടിക്കുന്നു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള പ്രതീക്ഷ ഒരിക്കലും കൈവടിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിലുള്ള വലിയ പാഠം. അള്ളാഹിന്റെ മാർഗത്തിൽ ക്ഷമ അവലംബിച്ചാൽ അവർക്ക് വമ്പിച്ച പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഏതൊരു പ്രയാസത്തിന്റെ കൂടെയും ഒരു എളുപ്പം വന്നു ചേരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനാണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന ആ പോയിന്റിൽ അതിനെ ക്ഷമയോടും പ്രതീക്ഷയോടും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഗിഫ്റ്റ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ഗിഫ്റ്റ്, അതായത് ഏറ്റവും താഴ്ന്ന ആ പോയിന്റിൽ നിന്നും ഏറ്റവും ഉയർന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സൽക്കാരം, അതായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ് യാത്രകൾ. അതിലൂടെ ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പറഞ്ഞത്, ഓ പ്രവാചകരെ, താങ്കളെ സ്വന്തം ജനത അവരാട്ടി ഓടിച്ചാൽ, സ്വന്തം ജനത താങ്കളെ പുറത്താക്കിയാലും, ഇനി ത്വാഇഫിലുള്ള ജനത താങ്കളെ എറിഞ്ഞോടിച്ചാലും, ഇനി ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ താങ്കളെ കൈയൊടിഞ്ഞാലും, വാനലോകത്ത് താങ്കൾക്കുള്ള മഹത്വം അതൊന്ന് നേരിൽ വന്ന് കാണുക. സുബ്ഹാനല്ലാഹ്. അതിനുള്ള ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആ നിമിഷത്തിൽ റസൂലുള്ളാഹിന്റെ ആ മുറിവുണക്കാനും അതേപോലെ തന്നെ ആത്മീയമായിട്ടൊരു ഉണർവ്, ഒരു കരുത്ത് പകരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സൽക്കാരം. അത് റസൂലുള്ളാഹിന്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽ ഒന്നാണ് ഇസ്രാ മിഅ്റാജ് എന്നറിയപ്പെടുന്ന അത്ഭുത യാത്രകൾ. അതിന്റെ വിശദ വിവരണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ കടന്നു വരും. പക്ഷെ അത് സംഭവിക്കുന്ന ആ പോയിന്റ് ശ്രദ്ധയാണ്. ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ആ നിമിഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉയർന്ന ആ ലോകത്തേക്കുള്ള ആ യാത്രക്കുള്ള ഗിഫ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഞാൻ ഈ രൂപത്തിൽ ആരംഭിക്കാനുള്ള കാരണം, റസൂലുള്ളാഹിന്റെ അത്ഭുത ആ ഇസ്രാ മിഅ്റാജ് യാത്രകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സ്ഥലം നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്തുൽ ഇസ്രാഇന്റെ ആരംഭത്തിലാണ്. ഇസ്രാ എന്നറിയപ്പെടുന്ന അധ്യായം 17-ാമത്തെ അധ്യായം. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള കാര്യം, പരിശുദ്ധ ഖുർആനിൽ ഈ 2 പോയിന്റുകൾ, അതായത് ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ആ പോയിന്റിൽ നിന്നും ഏറ്റവും ഉയർന്ന പോയിന്റിലേക്കുള്ള യാത്ര, ഈ 2 പോയിന്റുകൾ പരിശുദ്ധ ഖുർആൻ അതിമനോഹരമായിട്ട് ചിത്രീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, സൂറത്തുൽ ഇസ്രാഇന്റെ ആരംഭ ഭാഗത്തിലാണ് ആ യാത്രയെ സംബന്ധിച്ച് പറയുന്നതെങ്കിൽ, തൊട്ടു മുമ്പുള്ള അധ്യായം സൂറത്തുൻ നഹ്ൽ 16-ാമത്തെ അധ്യായം, ആ തേനീച്ചയുടെ പേരിലുള്ള അധ്യായം, ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്കൊന്ന് വന്ന് 125 മുതലുള്ള അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണ് പ്രബോധനം ചെയ്യേണ്ടത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, പ്രസിദ്ധമായിട്ടുള്ള ആയത്ത്. ഹിക്മത്തോടുകൂടി അവരോട് പ്രബോധനം ചെയ്യേണ്ട രീതിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനുശേഷം ആ രൂപത്തിലെല്ലാം അവരോ പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിലും അവർ മോശമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് രൂപത്തിലാണ് പ്രതികരിക്കേണ്ടത്, അതാണ് അടുത്ത ആയത്ത്. ഇൻ ആഖബതും ഫആഖിബു മിസ്ലി മാ ഉഖിബതും ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഏത് രൂപത്തിലാണ് അവരോട് പ്രതികരിക്കേണ്ടത്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഊന്നൽ നൽകുന്നത് വല ഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്വാബിരീൻ, ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ
അന്ത്യനാൾ വരെയുള്ള മുഴുവൻ വിശ്വാസികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് ക്ഷമിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് തന്നെ അവസാനത്തിൽ 127-ാമത്തെ ആയത്തിൽ വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാ, ഓ പ്രവാചകരെ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക, നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ആ സഹനശീലം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക. അതിനുശേഷം ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആശ്വാസ വാക്കുകൾ വലാ തഹ്സൻ അലൈഹിം വലാ തകു ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ, ഓ പ്രവാചകരെ, ഓ നബിയെ, അവര് നിങ്ങൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അവര് നിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കുതന്ത്രങ്ങളുടെ പേരിൽ ഒന്നും നിങ്ങൾ മനസ്സ് വേദനിക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സ് വേദനിക്കാതെ നിങ്ങൾ ക്ഷമയോടുകൂടെ അതെല്ലാം നിങ്ങൾ നേരിടുക. അവസാനം ഇന്നല്ലാഹ മഅല്ലദീന തഖൂ വല്ലദീന ഹും മുഹ്സിനൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലാഹ് തഖ്വ മുറുകെ പിടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സൽക്കർമ്മം ചെയ്തുകൊണ്ട് മുന്നേറുന്ന ആളുകളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ആ ഒരു ഉണർത്തൽ തന്റെ ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകിക്കൊണ്ടാണ് സൂറത്ത് നഹൽ അവസാനിക്കുന്നത്. നമ്മൾ പേജ് മറിച്ച് അടുത്ത അധ്യായത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ തുടക്കത്തിൽ തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത അധ്യായം സൂറത്തുൽ ഇസ്രാ ആരംഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസൻ, അവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാത്ഭുതം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകീർത്തിച്ചുകൊണ്ട് അടുത്ത അധ്യായം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ 2 പോയിന്റുകൾ അതിമനോഹരമായിട്ട് പരിശുദ്ധ ഖുർആൻ അവിടെ ചിത്രീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്രാ മിറാജ് യാത്രകൾ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ട്, റസൂലുള്ളാഹിക്ക് പേഴ്സണലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഗിഫ്റ്റാണ് ഈ 2 യാത്രകൾ. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദ വിവരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം അതിനെ സംബന്ധിച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോവാണ്. പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായിട്ട് മനസ്സിലായി ഈ യാത്രക്ക്, ഈ അത്ഭുത യാത്രക്ക് 2 ഭാഗങ്ങളാണുള്ളത്. യാത്രയുടെ ഒന്നാം ഭാഗം മക്കത്തുൽ മുക്കറം, അതായത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും അങ്ങ് വിദൂരത്തുള്ള മസ്ജിദുൽ അഖ്സ, ജെറൂസലേമിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര. അതാണ് യാത്രയുടെ ഒന്നാം ഭാഗം. അതറിയപ്പെടുന്നത് അൽ ഇസ്രാ എന്ന പേരിലാണ്. ഇസ്രാ എന്നുള്ള പദത്തിനർത്ഥം നിശാപ്രയാണം അല്ലെങ്കിൽ രാത്രി യാത്ര എന്നുള്ള ആ പദത്തിന്റെ വിശദ വിവരണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ കടന്നു വരും. ആ യാത്രയുടെ ഒന്നാമത്തെ ഭാഗത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത് നേരത്തെ പറഞ്ഞു, പ്രത്യേകം ഓർത്തു വെക്കുക. പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്തിലാണ്. ഇസ്രാ എന്ന പേരിൽ തന്നെയാണ് അധ്യായം അറിയപ്പെടുന്നത്. അതാണ് യാത്രയുടെ 1-ാമത്തെ ഭാഗം. ഇനി യാത്രയുടെ 2-ാമത്തെ ഭാഗം മിഅ്റാജ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മിഅ്റാജ് എന്നുള്ള പദത്തിനർത്ഥം അറജ അല്ലെങ്കിൽ ഉറൂജ് എന്നുള്ള പദത്തിനർത്ഥം കയറിപ്പോവുക എന്നുള്ള അർത്ഥമാണ്, മുകളിലേക്ക് കയറിപ്പോവുക. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആ പദത്തിന്റെ ജംഅ രൂപത്തിൽ മആരിജ് എന്നുള്ള സൂറത്ത് തന്നെയുണ്ട്. സൂറത്തുൽ മആരിജ് 70-ാമത്തെ അധ്യായം. അതിൽ മിനല്ലാഹിദിൽ മആരിജ് അതേ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്, മുകളിലേക്ക് കയറി പോവുക. അതാണ് യാത്രയുടെ 2-ാമത്തെ ഘട്ടം. അത് ആ പദത്തിൽ പറയുന്നത് പോലെ തന്നെ മസ്ജിദുൽ അഖ്സയിൽ നിന്നും പിന്നീട് 7 വാനലോകങ്ങളും കടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധി വരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം നടത്തിയ യാത്ര. അതാണ് യാത്രയുടെ 2-ാമത്തെ ഭാഗമായിട്ടുള്ള മിഅ്റാജ്. ഈ രണ്ട് ഭാഗങ്ങളാണ് യാത്രക്കുള്ളത്. മിഅ്റാജിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന ഭാഗം പ്രത്യേകം അത് സൂറത്തുൽ മആരിജ് അല്ലെങ്കിൽ മിഅ്റാജ് എന്നുള്ള സൂറത്തൊന്നും ഖുർആനിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗം പരിശുദ്ധ ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറത്തുൽ നജ്മ്, അതായത് സൂറത്ത് റഹ്മാനിലെല്ലാം കടന്നു വരുന്ന ആ ഭാഗത്ത് 53-ാമത്തെ അധ്യായം സൂറത്തുൽ നജ്മിന്റെ 13 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഇതാണ് യാത്രയുടെ രണ്ട് ഭാഗങ്ങൾ. ഈ യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ശരീരവും ആത്മാവും കൂടി ചേർന്ന് ഭൗതിക ശരീരത്തോടു കൂടെയാണ് റസൂലുള്ളാഹ് ആ യാത്ര നടത്തിയത്. പ്രത്യേകം പറയാനുള്ള കാരണം, ന്യൂനപക്ഷം ചില ആളുകൾ ചില ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന രൂപത്തിലാണ് യാത്ര നടത്തിയതെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതൊരിക്കലും ശരിയായിട്ടുള്ള അഭിപ്രായമല്ല. എന്തുകൊണ്ടാണെന്ന് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വിശദീകരണത്തിൽ ഓരോ സാഹചര്യത്തിൽ ഞാനിത് ആ ഒരു പോയിന്റ് വ്യക്തമാക്കുന്നതാണ്. അപ്പം അത് തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് യാത്രയുടെ 2 ഭാഗങ്ങൾ. ആ യാത്രയുടെ വിശദ വിവരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്തുടനീളം നമ്മൾ ചർച്ച ചെയ്യുന്നത് യാത്രയുടെ 1-ാം ഭാഗം അൽ ഇസ്രാ എന്നറിയപ്പെടുന്ന ആ ഭാഗത്തെ സംബന്ധിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കുന്നത് അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയപ്പെടുന്ന ആ ഭാഗത്ത് നിന്ന് തന്നെ, ആ ആയത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധൻ. അള്ളാഹിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് തസ്ബീഹ് കൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. അതന്നെ വളരെ നിരവധി കാര്യങ്ങൾ വിളിച്ചോതുന്നുണ്ട്.
തസ്ബീഹ് കൊണ്ടുള്ള ആരംഭം തന്നെ വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യാത്ര അതൊരു അത്ഭുത അസാധാരണ യാത്രയായിരുന്നെന്ന് വളരെ കൃത്യമായിട്ട് വിളിച്ചു പോകുന്നുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായിട്ടുള്ള കഴിവ് കൊണ്ട് മാത്രം പ്രകടമായിട്ടുള്ള വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ പറയുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവെ തസ്ബീഹ് കൊണ്ട് തസ്ബീഹ് ചേർത്ത് പറയാറുള്ളത്. പരിശുദ്ധ ഖുർആനിൽ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും ലളിതമായിട്ടുള്ള ഉദാഹരണം നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീൻ 36-ാമത്തെ വചനത്തിൽ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർദ്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് പറഞ്ഞത് സുബ്ഹാന ഉപയോഗിച്ചുകൊണ്ടാണ്. അത് മാത്രമല്ല, അതേപോലെ തന്നെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തിന് സിഫത്തിന് നിരക്കാത്ത രൂപത്തിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ മീതെ പലതും ന്യൂനതകൾ ആരോപിക്കുന്ന സന്ദർഭത്തിൽ നഊദു ബില്ലാ അതിനെ ആ ന്യൂനതകളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്തനാണ്. ഇത് പറയുന്ന സന്ദർഭത്തിലും പരിശുദ്ധ ഖുർആനിൽ ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയുടെ 116-ാമത്തെ വചനത്തിൽ വഖാല തഖദല്ലാഹു വലദ സുബ്ഹാനഹു, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു മഅദല്ലാഹ്, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനഹു അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ സൂറത്തു സ്വാഫാത്ത്. അപ്പൊ ഇത്തരത്തില് ശത്രുക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മീതെ ഉന്നയിക്കുന്ന ന്യൂനതകൾ അല്ലെങ്കിൽ കുറവുകളിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം മുക്തനായി പരിശുദ്ധനായിട്ടുള്ളവൻ, അതാണ് സുബ്ഹാന. അപ്പൊ ഇവിടെ സൂറത്തുൽ ഇസ്രായിന്റെ ആരംഭത്തിൽ കടന്നു വരുന്ന സുബ്ഹാന, ഞാൻ നേരത്തെ പറഞ്ഞു സുബ്ഹാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ഉപയോഗിക്കുന്ന ഒരുവിധം അതായത് പരിശുദ്ധ ഖുർആനിലെ പല ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വമ്പിച്ച അനുഗ്രഹങ്ങൾ, വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ പറയുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ഉപയോഗിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഈ ഒരു യാത്ര അത് കേവലം സ്വപ്നത്തിലൂടെ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടതാണെന്ന് വാദിക്കപ്പെടുന്ന അത്തരം ആളുകളുടെ വാദത്തെ ഈ സുബ്ഹാന എന്നുള്ള ആ പദം കൊണ്ടുള്ള ആരംഭം തന്നെ അതിന് ഗണ്ണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ രൂപത്തിൽ കേവലം സ്വപ്നത്തിലൂടെയുള്ള ഒരു പര്യടനം മാത്രമായിരുന്നെങ്കിൽ അതിലെന്താണ് ഇത്ര അത്ഭുതം? കാരണം പ്രവാചകന്മാരുടെ സ്വപ്നം സത്യമാണ്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള നമ്മളും പല സന്ദർഭത്തിലും നിരവധി സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇതേ രൂപത്തിൽ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗത്തും അല്ലെങ്കിൽ മരണാനന്തര ജീവിതം വരെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. ഇതേ രൂപത്തിൽ സ്വപ്നത്തിലൂടെ നമുക്ക് എങ്ങോട്ടും എത്താം. അതൊരാളും വിമർശിക്കാനും പോകാറില്ല. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരാളോട് ഞാൻ ഇന്നലെ രാത്രി ചൊവ്വയിൽ അല്ലെങ്കിൽ ചന്ദ്രനിൽ എത്തിയതായിട്ടെല്ലാം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ഒരാളും അതിനെ വിമർശിക്കാൻ പോകാറില്ല. കാരണം അത് സ്വാഭാവികമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ പരിഹസിച്ചു, റസൂലുള്ളാഹിനെ കളവാക്കി. ഇതേ രൂപത്തിലുള്ള നിരവധി സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അപ്പൊ കേവലം സ്വപ്നമായിരുന്നെങ്കിൽ പിന്നീട് അവർ ഇതേ രൂപത്തിൽ പരിഹസിക്കാൻ പോയതിന്റെ പിന്നിൽ എന്തായിരുന്നു? അപ്പൊ വളരെ കൃത്യമായിട്ട് സുബ്ഹാന എന്നുള്ള പദം കൊണ്ടുള്ള ആരംഭം തന്നെ വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായിട്ട് നടത്തിയൊരു യാത്രയാണെന്ന് അത് വിളിച്ചോതുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതൊരു മുഅ്ജിസത്താണ്. അത് നമ്മൾ വിശ്വസിക്കുക മാത്രം. മറ്റൊരു കാര്യം, സാന്ദർഭികമായിട്ടൊരു കാര്യം, പഴയ കാലത്തെ സംബന്ധിച്ചിടത്തോളം അക്കാലഘട്ടത്ത് യാത്രാ സൗകര്യങ്ങൾ പോലും വളരെ പരിമിതമാണ്. അന്നത്തെ കാലത്ത് ഇത്തരത്തിലൊരു ഒരു ഏറ്റവും വിദൂരത്തേക്ക് റസൂലുള്ളാഹി യാത്ര ചെയ്തെന്ന് പറഞ്ഞാലെല്ലാം അത് വിശ്വസിക്കാൻ അങ്ങേയറ്റം പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തിരിച്ചു വന്ന സന്ദർഭത്തിൽ നിരവധി ആളുകൾ അതിലേക്ക് കടന്നു വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒന്നുകൂടെ നമുക്കത് വിശ്വസിക്കാൻ എളുപ്പമാണ്. ഇന്ന് സ്പേസ് യാത്രകളെല്ലാം സജീവമായിട്ടൊരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരാൾക്ക് അതേ വാനലോകത്തേക്ക് പോകാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര മുഅ്ജിസത്തായിട്ട് മാറുന്നത് റസൂലുള്ളാഹി അക്കാലഘട്ടത്ത് നമുക്കൊന്നും പരിചിതമല്ലാത്ത അസാധാരണമായിട്ടൊരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തെരഞ്ഞെടുത്തത് മാത്രമല്ല, ലോകത്ത് ഒരു സൃഷ്ടിക്കും എത്തിച്ചേരാൻ പറ്റാത്ത പരിധിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ കൊണ്ടുപോയി. അതുകൊണ്ടാണ് യാത്ര ഏറ്റവും വലിയ അത്ഭുതമായിട്ട് മാറുന്നത്. ഒരർത്ഥത്തില് നമുക്കറിയാം, ടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്രം വളരും തോറും നമ്മുടെ വിശ്വാസം എളുപ്പമാകാൻ ഉതകുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഴയ 1000 വർഷം മുമ്പുള്ള ആളുകളോട് നിങ്ങൾ ചെയ്യപ്പെട്ട നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം രഹസ്യമായിട്ടത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അത് പിന്നീട് കാണിച്ചു തരുന്നതെല്ലാം പറഞ്ഞാൽ അക്കാലഘട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത പ്രയാസം ആണ് വിശ്വസിക്കാൻ. പക്ഷെ ഇന്നത്തെ കാലത്ത് CCTVയും മറ്റുമെല്ലാം ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്ത് അതൊന്നും വലിയ പ്രയാസമില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. കാരണം അസ്ര അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി യാത്ര ചെയ്യിപ്പിച്ചു. അസ്ര എന്നുള്ള പദം, അസ്ര നേരത്തെ ഞാൻ പറഞ്ഞ ആ പദത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അസ്ര എന്നുള്ള പദം, അസ്ര യുസ്രി ഇസ്ര എന്നുള്ള പദത്തിനർത്ഥം നിശാപ്രയാണം അല്ലെങ്കിൽ രാത്രിയിൽ യാത്ര ചെയ്യുക എന്നുള്ള ആ പദത്തിനർത്ഥം. പരിശുദ്ധ ഖുർആനില് 5 സ്ഥലത്ത് 5-ലധികം 5ഓളം സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദം ഉപയോഗിക്കുന്നുണ്ട്.
ഇപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ ഹൂദിന്റെ 81-ാമത്തെ വചനത്തിൽ ഫഅസ്രി ബി അഹ്ലിക ബിഖിത്ഇൻ മിനൽ ലൈൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, രാത്രിയുടെ ഒരു ചെറിയ ഭാഗത്ത് നിങ്ങൾ രക്ഷപ്പെടുക. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള കൽപ്പന, രാത്രിയിൽ ഇറങ്ങി പുറപ്പെടാനുള്ള രക്ഷപ്പെടാനുള്ള കൽപ്പന. അതേപോലെ തന്നെ 2-3 തവണ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞെടുത്തും ഇപ്പൊ സൂറത്ത് ത്വാഹയുടെ 77-ാമത്തെ വചനത്തിൽ വലഖദ് ഔഹൈന ഇലാ മൂസ അൻ അസ്രി ബി ഇബാദി, അവിടെയും അസ്രി എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും അനുയായികളോടും രാത്രി ഇറങ്ങി പുറപ്പെടാനുള്ള കൽപ്പന. സൂറത്ത് ദുഖാനിൽ അസ്രി ബി ഇബാദി ലൈലൻ ഇന്നക്കും മുത്തബിഊൻ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദം ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും സൂറത്ത് ശുഅറയിലെല്ലാം അതേ പദം കടന്നു വരുന്നുണ്ട്. ഞാൻ ഈ പദങ്ങൾ പ്രത്യേകം പറയാനുള്ള കാരണം, ഇവിടെ അസ്രി എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച് മറ്റു പ്രവാചകന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ച സ്ഥലത്തെല്ലാം ശാരീരികമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാം പറയുന്നത്. അതേ പദമാണ് ഇവിടെ സൂറത്തുൽ ഇസ്രാന്റെ ആരംഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. ഇവിടെ മാത്രം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ പോയി എന്ന് എങ്ങനെയാണ് അർത്ഥം പറയുക? അപ്പൊ വളരെ കൃത്യമായിട്ട് ആ പദവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായിട്ട് നടത്തിയ ഒരു യാത്രയാണെന്ന് വളരെ കൃത്യമായിട്ട് വിളിച്ചോതുന്നുണ്ട്. സുബ്ഹാനല്ലദീ അസ്റ ബി അബ്ദിഹി എന്നിട്ട് ശേഷം അബ്ദി എന്നുള്ള പദത്തിലേക്ക് നമ്മൾ വരും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലൻ എന്നും പ്രത്യേകമായിട്ട് ചേർത്തു. അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു അസ്റ എന്നുള്ള പദത്തിനർത്ഥം തന്നെ രാത്രി പ്രയാണം നടത്തുക എന്നുള്ളതാണ്. രാത്രി എന്നുള്ള അർത്ഥം ആ പദത്തിനകത്ത് വന്നു ചേരുന്നുണ്ട്. പിന്നീട് ലൈലൻ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ, ഇപ്പൊ മലയാളത്തിൽ ഏതെങ്കിലും ഒരാൾ രാത്രിയിൽ നിശാപ്രയാണം നടത്തി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം നിശാപ്രയാണം എന്ന് പറഞ്ഞാൽ തന്നെ രാത്രിയിലുള്ള യാത്രയാണ്. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റാ ബി അബ്ദിഹി ലൈലൻ എന്ന് പ്രത്യേകമായിട്ട് ചേർത്തുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഇസ്ര എന്നുള്ളത് രാത്രി യാത്രക്കാണ് പറയുക. പക്ഷേ അതിന്റെ ആ രാത്രി യാത്ര ഒരുപക്ഷെ രാത്രിയിൽ മുഴുനീളെ രാത്രി യാത്രക്കും ഇസ്ര എന്ന് പറയും. സമയം കൃത്യമല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലൻ എന്നുള്ള പദം ചേർക്കുക വഴി രാത്രി ഉടനീളം നടത്തിയ യാത്രയല്ല, മറിച്ച് രാത്രിയുടെ ഒരു ചെറിയ ഭാഗമാണ് ആ യാത്രക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത്. അതുകൊണ്ടാണ് ലൈലത്തൻ എന്നല്ല ലൈലൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തത്. അതായത് രാത്രിയുടെ ഒരു ചെറിയ ഭാഗത്താണ് ഈ 2 യാത്രകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. സുബ്ഹാനല്ലാഹ്, ഹദീസിലേക്കെല്ലാം നമ്മൾ പിന്നീട് തിരിച്ചു വരും. അതായത് റസൂലുള്ളാഹ് മടങ്ങി വന്ന സന്ദർഭത്തിൽ വളരെ ചുരുങ്ങിയ ഒരു സമയം, എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹ് എഴുന്നേറ്റ ബെഡിന്റെ ചൂട് അതേ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ വാതിലുകൾ ആ സന്ദർഭത്തിലും ചലിക്കുന്നുണ്ട്. അത്രയും വളരെ ചെറിയ ഒരു സമയം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വലിയൊരു യാത്ര നടത്തി വരുന്നത്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലൻ എന്നുള്ള പദം വളരെ മനോഹരമായിട്ട് അതിനെ കൂടെ ചേർക്കുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാസനെ രാത്രി പ്രയാണം നടത്തിച്ചു എന്നുള്ള അബ്ദിഹി എന്നുള്ള സുബ്ഹാനല്ലാഹ് മനോഹരാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനല്ലദീ അസ്റാ ബി റസൂലിഹി അല്ലെങ്കിൽ ബി നബീഹി ഖലീലിഹി അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കാതെ അബ്ദിഹി എന്നുള്ള പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയൊരു മഹാത്ഭുതം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച പദം അബ്ദ് എന്നുള്ള പദമാണ്. മനോഹരാണ്. കാരണം എന്താന്ന് വെച്ചാൽ, മനസ്സിലാക്കിയിരിക്കുക, നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്, അള്ളാഹിന്റെ അടിമകളാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യജമാനൻ, നമ്മുടെ റബ്ബാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം, അത് സൂറത്തു ദാരിയാത്തിന്റെ 56-ാമത്തെ വചനത്തിൽ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 വിഭാഗങ്ങളെ, മനുഷ്യരെയും അതേപോലെ തന്നെ ജിന്നുകളെയെല്ലാം സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അടിമകളായിട്ടുള്ള നമുക്ക് യജമാന്റെ മുമ്പിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി എന്നുള്ളത് അള്ളാന്റെ അടിമ, ഏറ്റവും നല്ല അടിമയാവുക, ഉബൂദിയത്ത്, അള്ളാന്റെ അടിമയായിട്ട് മാറുക എന്നുള്ളതാണ്. നമുക്കറിയാം, മനുഷ്യന്റെ അടിമയാവുക എന്നുള്ളത് ഏറ്റവും താഴേക്കിടയിലുള്ള പദവിയാണ്. അയാൾ ചങ്ങലകളാൽ ബന്ധിതനാണ്, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം മുഴുവനായിട്ട് നഷ്ടപ്പെടുകയാണ്. എന്നാൽ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയാവുക എന്നുള്ളത് ഏറ്റവും ഉയർന്ന പദവിയാണ്. യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും അവൻ അതിലൂടെ സ്വതന്ത്രനാവുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഏറ്റവും വലിയ ആ ഒരു പദവി ഏറ്റവും കൂടുതൽ കൈവരിച്ച വ്യക്തി സൃഷ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദ പെർഫെക്റ്റ് വർഷിപ്പർ. അക്കാര്യത്തിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകയാണ്. അതായത് ഉബൂദിയത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ ഒരു പോയിന്റ് കൈവരിച്ച വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉയർന്ന വാഴ്ത്തൽ അബ്ദ് എന്നുള്ള പദം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്,
പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദ് എന്നുള്ള പദം ഉപയോഗിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ലോകർക്ക് മുഴുവനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താകുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ആ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലൂടെയാണ് നമുക്ക് നൽകിയത്. അതിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും സൂറത്തുൽ ഇസ്രാ കഴിഞ്ഞ അടുത്തായിട്ട് കടന്നു വരുന്ന സൂറത്തുൽ കഹ്ഫിന്റെ ആരംഭത്തിൽ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദ് എന്നാണ് ചേർക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മറ്റ് സാന്ദർഭികമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, അബ്ദ് എന്നുള്ള പദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വേണ്ടി ഈ ഒരു ദൃഷ്ടാന്തം പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതും വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശാരീരികമായിട്ടാണ് യാത്ര നടത്തിയതെന്നുള്ളതിന് വളരെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ്. കാരണം ആത്മാവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരിക്കലും അബ്ദ് എന്നുള്ള പദം ഭാഷയിൽ പറയാറില്ല. അപ്പൊ ശരീരവും ആത്മാവും കൂടിച്ചേരുന്ന സന്ദർഭത്തിലാണ് അബ്ദ് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതും വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ യാത്ര ഏത് രൂപത്തിലുള്ള ആയിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചിരുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. കാരണം അസ്റാ ബി അബ്ദിഹി ലൈലൻ, അവന്റെ അടിമയെ നിശാപ്രയാണം ചെയ്യിപ്പിച്ചു. എങ്ങോട്ടാണ് ആ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രയാണം ചെയ്യിപ്പിച്ചത്? ശേഷം ആയത്തിൽ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക്. അഖ്സ എന്നുള്ളത് വിദൂരത്തുള്ള പള്ളി എന്നുള്ള അർത്ഥത്തിലാണ്. ബഈദ് എന്നുള്ള മക്കയിൽ നിന്നും ഒരുപാട് അകലെയാണ് മസ്ജിദുൽ അഖ്സ. അതുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സ എന്ന് പേര് വരാനുള്ള കാരണം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ അതേ അർത്ഥത്തിൽ തന്നെ, അതായത് വിദൂരത്ത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീനിലെ 20-ാമത്തെ വചനത്തിൽ വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുൽ, പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരാൾ വന്നു. അപ്പൊ അവിടെ അങ്ങേയറ്റം എന്നുള്ള അർത്ഥത്തിലാണ് അഖ്സ എന്നുള്ള പദം ഉപയോഗിച്ചത്. അതേ പദമാണ് ഇവിടെയും. മക്കയിൽ നിന്നും ഒരുപാട് വിദൂരത്തുള്ള പള്ളി എന്നുള്ള അർത്ഥത്തിൽ മസ്ജിദുൽ അഖ്സ, ഒരുപാട് വിദൂരത്താണ്. ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ 1480 കിലോമീറ്ററാണ് മക്കയിൽ നിന്നും ജെറൂസലേം മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ദൂരം. 1480 കിലോമീറ്റർ. ഇന്ന് ഫ്ലൈറ്റിൽ ഏറ്റവും, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും സ്പീഡുള്ള യാത്രാ സൗകര്യം എന്നുള്ളത് ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ 2 മണിക്കൂറിനടുത്ത് സമയം യാത്ര ചെയ്യാനുണ്ട്. അക്കാലഘട്ടത്ത് മക്കയിൽ നിന്നും മാസങ്ങളുടെ ദൈർഘ്യമുണ്ട് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ദൂരം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. അവന്റെ ദാസനെ രാത്രി പ്രയാണം ചെയ്യിപ്പിച്ചു മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക്. എന്നിട്ട് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഈ യാത്രയുടെ വിശദ വിവരണം ഇൻഷാ അല്ലാഹ് അതിന്റെ ഈ പ്രഭാഷണത്തിന്റെ 2ാം ഭാഗത്ത് നമ്മൾ അതിലേക്ക് പ്രവേശിക്കും. ഇലൽ മസ്ജിദുൽ അഖ്സ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും, അതായത് ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമാക്കപ്പെട്ടില്ല, ബർക്കത്താക്കപ്പെട്ടിരിക്കുന്നു. അഖ്സയുടെ ചുറ്റും, അത് മസ്ജിദുൽ അഖ്സയുടെ പരിസരം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യധികം ബർക്കത്താക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. കാരണം ലോകത്ത് അതിനേക്കാൾ പ്രവാചകന്മാരുടെയും മാലാഖമാരുടെയും കാലുകൾ പതിഞ്ഞ മറ്റൊരു മണ്ണില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് ഭൂമിയിലുള്ള സർവ്വ പ്രവാചകന്മാരും ഒരുമിച്ച് സംഗമിച്ച ഏക ഭൂമിയാണ് മസ്ജിദുൽ അഖ്സ. നമുക്കറിയാം മിഅ്റാജ് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്രാ വേളയിലുള്ള നമസ്കാരം, ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. മസ്ജിദുൽ അഖ്സ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് പറയുന്ന സ്ഥലത്തെല്ലാം പരിശുദ്ധ ഖുർആനിലെ മസ്ജിദുൽ അഖ്സ പേരെടുത്ത് പറയുന്ന ഏക സ്ഥലം സൂറത്തുൽ ഇസ്രാന്റെ ആയത്ത് മാത്രമാണ്. മറ്റുള്ള സ്ഥലത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ പ്രദേശത്തെ സംബന്ധിച്ച് എവിടെ പറയുന്നു അവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ബാറക്ന എന്ന് ചേർത്തതായിട്ട്, ബർക്കത്താക്കപ്പെട്ട എന്നുള്ള പദം ചേർത്തതായിട്ട് കാണാൻ സാധിക്കും. 5ഓ 6ഓ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ അർളുൽ മുബാറക് അല്ലെങ്കിൽ അർളുൽ മുഖദ്ദസ് എന്നുള്ള പദം അല്ലെങ്കിൽ മുബാറക് എന്നുള്ള പദം, ആ ഒരു പദം ചേർത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ അഖ്സയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. അത്രയും പവിത്രമാക്കപ്പെട്ട സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുള്ള, അതായത് അവിടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ഇജ്ജത്ത് മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോകാതെ ആ കൊണ്ടുപോകുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്റ്റോപ്പാക്കി തെരഞ്ഞെടുത്തത് മസ്ജിദുൽ അഖ്സയാണ്. സുബ്ഹാനല്ലാഹ്. അതെന്തുകൊണ്ടാണെന്നെല്ലാം ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറയും. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നൽകാനുള്ള കാരണം? അതാണ് അടുത്ത ചോദ്യം. ഇത്രയും വലിയൊരു ദൃഷ്ടാന്തം മക്കയിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കും പിന്നീട് അങ്ങോട്ടെല്ലാം ഇത്രയും വലിയൊരു അത്ഭുത യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള കാരണം എന്താണ്? അതാണ് ആയത്തിന്റെ അടുത്ത ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിന്റെ ഉദ്ദേശം ലിനുരിയഹു മിൻ ആയാതിന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്നും ചിലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അതിനായിരുന്നു ആ യാത്ര.
ലിനുരിയഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിട്ട്, റസൂലുള്ളാഹിക്ക് പേഴ്സണലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഗിഫ്റ്റാണത്. അത് നൽകാനുള്ള കാരണം ലിനുരിയഹു മിൻ ആയാത്തിന, അള്ളാന്റെ മഹത്തായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ നേർക്ക് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദൂതന് കാണിച്ചു കൊടുക്കാൻ. മനോഹരമായിട്ടുള്ളൊരു കാര്യം, ഇവിടെ സൂറത്തുൽ ഇസ്രാന്റെ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയുടെ ആദ്യ പകുതിയായിട്ടുള്ള ഇസ്രാഇനെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിന്റെ ലക്ഷ്യമാണ് പറഞ്ഞത് ലിനുരിയഹു മിൻ ആയാത്തിന. അതേ സന്ദർഭത്തിൽ ആ യാത്രയുടെ രണ്ടാം ഘട്ടം ഏറ്റവും പ്രധാനമായിട്ട് കടന്നു വരുന്ന മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ നജ്മിൽ ആ മിഅ്റാജ് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അത്ഭുതപ്പെടുന്ന നിരവധി കാഴ്ചകളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം ആ പോർഷൻ അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ നജ്മിന്റെ 18-ാമത്തെ വചനം, ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, അള്ളാന്റെ മഹത്തായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽ പലതും അന്നത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്നുള്ള രണ്ട് ഭാഗത്തും, അതായത് യാത്രയുടെ ആദ്യ പകുതി ഇസ്രായിലിനെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്രായിൽ അതിന്റെ ലക്ഷ്യം ലിനുരിയഹു മിൻ ആയാത്തിന. അതേ സന്ദർഭത്തിൽ മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ നജ്മിൽ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വലിയ ദൃഷ്ടാന്തം, വലിയ മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ആ മഹത്തായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ നിരവധി ദൃഷ്ടാന്തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കലായിരുന്നു. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടത്? ഏത് രൂപത്തിലായിരുന്നു യാത്ര? എന്തെല്ലാം കാഴ്ചകളാണ് റസൂലുള്ളാഹി ആ യാത്രയിൽ കണ്ടത്? അതിലുള്ള യുക്തി, അതെല്ലാം വളരെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പരാമർശിക്കാവുന്നതാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മുഖവുരയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഒന്നാമതായിട്ട് ഇസ്രാ മിഅ്റാജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിഷയം വളരെ സുദീർഘമായിട്ടൊരു വിഷയമാണ്. 20ഓളം സ്വഹാബികളിൽ നിന്നുള്ള വ്യത്യസ്ത ഉദ്ധരണികൾ, സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികൾ ഈ ഒരു വിഷയത്തിൽ മാത്രം ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വഹീൽ ബുഖാരിയിൽ മാത്രം 5ഓളം വ്യത്യസ്ത സ്വഹാബികളിൽ നിന്നുള്ള വ്യത്യസ്ത ഉദ്ധരണികൾ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അതേ ജാബിർ ഇബ്നു അബ്ദുല്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇതേ രൂപത്തിലുള്ള വ്യത്യസ്ത സ്വഹാബി, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള നിരവധി വ്യത്യസ്ത ഉദ്ധരണികൾ. മനസ്സിലാക്കിയിരിക്കുക പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മക്കൻ സീറയിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ കാണപ്പെടുന്നത് ഈ ഒരു വിഷയത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാൻ സീറയിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ട വിഷയം എന്നുള്ളത് ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നിരവധി ഉദ്ധരണികളുണ്ട്. കാരണം അത്രയേറെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ നടക്കാൻ പോകുന്ന ഇസ്രാ മിഅ്റാജ് സംഭവം. അപ്പൊ ഇത്രയേറെ പ്രധാനപ്പെട്ട സംഭവം ആയതുകൊണ്ട് തന്നെ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട പല കാഴ്ചകളും മനുഷ്യഭാവനകൾക്ക് അതീതമായിട്ട് നിരവധി കാഴ്ചകളായതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിലേക്ക്, അല്ലെ ഇസ്രാ മിഅ്റാജുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവത്തിലേക്ക് പിൻകാലഘട്ടത്ത് പല രൂപത്തിലായിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ഇല്ലാത്ത നിരവധി ഡീറ്റെയിലുകൾ അതിലേക്ക് പിൻകാലഘട്ടത്ത് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നിരവധി ഇതേ രൂപത്തിൽ കഥാകാരന്മാർ ഇതിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ലോകത്തെ ഏറ്റവും വലിയ ക്ലാസിക്കുകൾ, അതായത് ലോകത്ത് ഇറ്റാലിയൻ സാഹിത്യകാരനായിട്ടുള്ള ഡാന്റെ അദ്ദേഹത്തിന്റെ ഡിവൈൻ കോമഡി പ്രസിദ്ധമായിട്ടുള്ള സാഹിത്യ ഗ്രന്ഥമാണ്. അതിന്റെ ഇതിവൃത്തായിട്ട് അദ്ദേഹം ഉപയോഗിച്ചത് പോലും യഥാർത്ഥ ഇസ്രാ മിഅ്റാജുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അതിനെ സമർത്ഥമായിട്ട് അദ്ദേഹം മറ്റു രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ സാഹിത്യ രചനയിലൂടെ അദ്ദേഹം ചെയ്തത്. അതിന്റെ ഇതിവൃത്ത ഈ ഒരു സംഭവമായിരുന്നു. അത്രയേറെ ഈ ഒരു സംഭവത്തെ പല രൂപത്തിലായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള. അപ്പൊ ഒന്നാമത്തെ ദൗത്യം കൃത്യമായിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികൾ മാത്രം അതിൽ നിന്നും വേർതിരിച്ചെടുക്കുക. രണ്ടാമതായിട്ട് അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നം, ഇനി കൃത്യമായിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികൾ മാത്രം നമ്മൾ സ്വരൂപിച്ചാൽ തന്നെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ യാത്രയുടെ കൃത്യമായിട്ടുള്ള സീക്വൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു വിഷയം പറയുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം. കാരണം അതിന്റെ ക്രോണോളജി കൃത്യമായിട്ട് കണ്ടെത്തുക. അതായത് ഒരു വലിയ സംഭവത്തിന്റെ വ്യത്യസ്ത പാർട്സുകളാണ് വ്യത്യസ്ത സ്വഹാബികളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ പസിലുകളെല്ലാം ചേർത്ത് വെച്ച് ഒരു വലിയ ചിത്രം നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട്. അതൊരാള് നിർമ്മിക്കുന്ന രൂപത്തിലായിക്കൊള്ളുന്നില്ല മറ്റേ ആള്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ഡീറ്റെയിലുകൾ വ്യത്യസ്ത രൂപത്തിലാണ് കാണപ്പെടുക. അത് മുഴുവൻ ചേർത്ത് വെച്ച് ഒരു ചിത്രം നമ്മൾ നിർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ള ഈ ഒരു നമ്മുടെ സീറക്ക് വേണ്ടി തന്നെ 5-6 പണ്ഡിതന്മാരുടെ ഇതിൽ കടന്നു വന്ന പ്രഭാഷണങ്ങളും അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളും റെഫർ ചെയ്ത സന്ദർഭത്തിൽ 5ഓളം സീക്വൻസുകൾ ഈ ഒരു സംഭവത്തിൽ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ള. ഒരാൾ പറയുന്ന രൂപത്തിലല്ല അടുത്ത ആൾ പറയുന്ന ഒരേ സംഭവമായിരിക്കും, കണ്ടന്റ് സെയിം ആണ്, പക്ഷേ അതിന്റെ ഓർഡറിലുള്ള വ്യത്യാസം. ഏറ്റവും ചെറിയൊരു ഉദാഹരണം, ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ മുമ്പിൽ 2 പാത്രങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെക്കുന്നുണ്ട്. അത് ഇസ്രാ വേളയിലാണെന്ന് ഒരു ഉദ്ധരണിയിൽ, അതേ സന്ദർഭത്തിൽ അതേ സംഭവം മിഅ്റാജ് വേളയിലാണെന്ന് മറ്റൊരു ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും. ഇതേ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഞാനിത് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് പറയാനുള്ള കാരണം, ഈ ഒരു വിഷയം മറ്റുള്ള പണ്ഡിതന്മാരിൽ നിന്നും അതേപോലെ തന്നെ ഗ്രന്ഥങ്ങളിൽ നിന്നും വായിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ പറയപ്പെട്ടതല്ലാത്ത മറ്റൊരു സീക്വൻസിൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് സ്വാഭാവികം മാത്രം. കാരണം ഒരേ സംഭവമാണ്, അത് വ്യത്യസ്ത രൂപത്തിൽ ആളുകൾ പറയുന്നു എന്ന് മാത്രം.
അത് ഏതൊരു കാര്യത്തിലും ഇപ്പോൾ ഈ ഒരു പ്രഭാഷണം നിങ്ങൾ കേൾക്കുന്ന ആളുകൾ ഈ ഒരു പ്രഭാഷണം നിന്ന് നാളെ തന്നെ പോയിട്ട് കേട്ട 10 ആളുകൾ ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ എന്റെ പ്രഭാഷണം വ്യത്യസ്ത ഭാഗമായിരിക്കും, അവരുടെ മനസ്സിലുള്ള ഭാഗമായിരിക്കും അവരുദ്ധരിക്കുക. അത് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ എന്റെ മൊത്തം പ്രഭാഷണം അതേ രൂപത്തിൽ ലഭിച്ചോളുന്നില്ല. ഇത് സീറയിൽ ഇത് നമ്മൾ ഇസ്രാ മിറാജ് മാത്രം ഈ ഒരു വിഷയത്തിൽ മാത്രം കാണുന്ന ഒരു പ്രശ്നമല്ല. സീറയിൽ മൊത്തത്തിൽ ക്രോണോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉഹുദിനെ സംബന്ധിച്ച ഒരൊറ്റ ഉദാഹരണം, ഉഹുദ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഉഹുദ് യുദ്ധം എന്നുള്ളത് നിരവധി ഉദ്ധരണികൾ ആ ഉഹുദ് യുദ്ധത്തിന്റെ വിഷയത്തിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ ആ ഉദ്ധരിക്കപ്പെട്ട സംഭവം അത് യുദ്ധത്തിന്റെ ഏത് ഭാഗത്താണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സീറ പണ്ഡിതന്മാർ അത് വ്യത്യസ്ത രൂപത്തിൽ ചേർത്ത് വെക്കുകയാണ്. ഒരുപക്ഷെ വ്യത്യസ്ത ഓർഡറിലായിരിക്കും കാണുക എന്ന് മാത്രം. അത് പ്രത്യേകമായിട്ട് തുടക്കത്തിൽ ഞാൻ പറയുകയാണ്. ഈ ഒരു ആമുഖത്തോടു കൂടെ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന ഇസ്രാ മിറാജ് സീറയുടെ ഏത് ഭാഗത്താണ്, എന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും മക്കൻ സീറയുടെ അവസാനത്തിൽ ഹിജറയുടെ തൊട്ട് മുമ്പ് 1.5 അല്ലെങ്കിൽ 2 വർഷം മുമ്പാണ് ഇസ്രാ മിറാജ് അരങ്ങേറിയതെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ അത് ഹിജറക്ക് 5 വർഷം മുമ്പെന്നെല്ലാം ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അത് ശരിയായിട്ടുള്ള അഭിപ്രായമല്ല. കാരണം എന്താ വെച്ചാൽ ശക്തമായിട്ടുള്ള തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഖദീജ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് നമുക്കറിയാം റസൂലുള്ളാഹിന്റെ മിഅ്റാജ് യാത്രാ വേളയിലാണ്. അതിനു മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചിട്ടുണ്ടാവുക മക്കാൻ കാലഘട്ടത്തിന്റെ അവസാനത്തിലായിരിക്കും. അപ്പൊ മക്ക കാലഘട്ടത്തിന്റെ അവസാനം ത്വാഇഫ് യാത്രക്കെല്ലാം ശേഷം ഹിജറക്ക് തൊട്ടു മുമ്പ് 1.5 അല്ലെങ്കിൽ 2 വർഷം മുമ്പാണ് ഇസ്രാ മിറാജ് അരങ്ങേറുന്നത്. അത് സംഭവിച്ച മാസം ദിവസം ആ ഒരു വിഷയത്തിൽ നിരവധി ഇഖ്തിലാഫ് പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ചില പണ്ഡിതന്മാർ റജബ് 20, ഇമാം നവവിയെ പോലെ അല്ലെങ്കിൽ ഇബ്നു അബ്ദുൽ ബറിനെ പോലെയുള്ള പണ്ഡിതന്മാർ റജബ് മാസം 27. അതേ സന്ദർഭത്തിൽ മറ്റു ചില പണ്ഡിതന്മാർ റബിയുൽ അവൽ മാസത്തിലാണ്, ചില പണ്ഡിതന്മാർ റമദാൻ മാസത്തിലാണ്, ചില പണ്ഡിതന്മാർ മുഹറം മാസത്തിലാണ്. ഇതേ രൂപത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ സംഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വ്യത്യസ്ത ഉദ്ധരണികൾ കാണാൻ സാധിക്കും. നമ്മുടെ ഇവിടെ ഈ ഒരു പ്രഭാഷണത്തിന് ബേസ് ചെയ്യുന്ന സ്വഹീൽ ബുഖാരിയിൽ കടന്നു വരുന്ന ആ സുദീർഘമായിട്ടുള്ള ഉദ്ധരണിയാണ്. ആ ഒരു ഉദ്ധരണിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രഭാഷണം മുന്നോട്ട് പോവുക. പക്ഷേ ഞാൻ പറഞ്ഞു അതിലില്ലാത്ത നിരവധി ഡീറ്റെയിലുകൾ പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. സുനൻ തുർമുദിയിലും അതേപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ ഇമാം അഹ്മദിന്റെ മുസ്നദിലെല്ലാം അതിലില്ലാത്ത നിരവധി ഡീറ്റെയിൽ കാണും. അത് ആ സന്ദർഭത്തിൽ അവിടേക്ക് ചേർത്ത് വെച്ചിട്ടായിരിക്കും നമ്മുടെ സംസാരം മുന്നോട്ട് പോവുക. അവിടെ ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നത്തെ ദിവസം റസൂലുള്ളാഹി ഉമ്മുഹാനിയുടെ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. ഉമ്മുഹാനിയുടെ വീട്ടിൽ, അതായത് ഉമ്മുഹാനി ബിൻത്ത് അബൂത്വാലിബിന്റെ മകള് റസൂലുള്ളാഹിന്റെ ബന്ധുവാണ്. അവരുടെ വീട്ടിൽ റസൂലുള്ളാഹി ഉറങ്ങുന്ന സന്ദർഭത്തിലാണ് ഇത് സംഭവിച്ചത്. ഒരു ഉദ്ധരണി. അതേ സന്ദർഭത്തിൽ സ്വഹീഹ് ബുഖാരിയിലുള്ള ഉദ്ധരണിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന് സമീപത്തുള്ള വൃത്താകൃതിയിലുള്ള സ്ട്രക്ചർ ആ ഹതീം ഹിജ്ർ ഇസ്മായിൽ അതിൽ ഉറങ്ങുന്ന സന്ദർഭത്തിലാണ് ഇത് സംഭവിച്ചത്. 2 വ്യത്യസ്ത ഉദ്ധരണികളാണ്. ഹതീമിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 13ാമത്തെ ഭാഗത്ത് കഅബാലയം പുനർനിർമ്മിച്ച സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ ഇല്ലാത്തത് കാരണം അവരത് താൽക്കാലികമായിട്ട് സ്ക്വയർ ഷേപ്പിൽ നിർമ്മിച്ച് കഅബാലയത്തിനകത്തുള്ള ബാക്കിയുള്ള ഭാഗം ഒരു കല്ല് വെച്ച് അവർ മാർക്ക് ചെയ്തു. ആ രൂപത്തിൽ അവർ ഒഴിവാക്കിയിട്ടു. അതാണ് യഥാർത്ഥത്തിൽ ആ മാർക്ക് ചെയ്ത ഭാഗമാണ് ഹിജ്ർ ഹതീം എന്നറിയപ്പെടുന്ന ആ ഭാഗം, ആ മാർബിളിന്റെ ആ സ്ട്രക്ചർ. അവിടെ നമസ്കരിക്കുന്നത് യഥാർത്ഥത്തിൽ കഅബാലയത്തിനകത്ത് നമസ്കരിക്കുന്നതിന് തത്തുല്യാണ്. കാരണം അത് കഅബാലയത്തിനകത്തുള്ള ഭാഗം തന്നെയാണ്. അത് അവർ പുറത്തേക്ക് അത് നിർമ്മാണ വസ്തുക്കളുടെ അപര്യാപ്തത മൂലം ആ രൂപത്തിൽ അവശേഷിപ്പിച്ചു എന്ന് മാത്രം. സുബ്ഹാനല്ലാഹ്, അതിലുള്ള വലിയൊരു യുക്തി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് കഅബാലയത്തിനകത്തെ ഏതായാലും നമുക്ക് എല്ലാവർക്കും പോയി നമസ്കരിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു സൗഭാഗ്യം ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ലഭിക്കാൻ വേണ്ടി അതേ രൂപത്തിൽ അതിനെ അവിടെ അവശേഷിപ്പിച്ചതായിരിക്കണം. അല്ലാഹു അലം. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന് സമീപം ഹിജ്റിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. എങ്ങനെയാണ് അത് 2 ശരിയാവാം? അതായത് ഒരു ഉദ്ധരണിയിൽ ഉമ്മുഹാനിയുടെ വീട്ടിൽ, അതേ സന്ദർഭത്തിൽ മറ്റൊരു ഉദ്ധരണിയിൽ ഹിജ്ർ ഇസ്മായിലിന്റെ സമീപം. ഉമ്മുഹാനിയുടെ വീട്ടിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വീടിന്റെ മേൽക്കൂര മാറ്റി അകത്തേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. ഈ 2 ഉദ്ധരണി ചേർത്ത് വെക്കുന്ന ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ഫതഹുൽ ബാരി സ്വഹീഹ് ബുഖാരിക്കുള്ള ഷർഹ് അദ്ദേഹം മനോഹരമായിട്ട് 2 ചേർത്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി ഉമ്മുഹാനിയുടെ വീട്ടിൽ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലായിരിക്കണം ഉറങ്ങിയിട്ടുണ്ടാവുക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിജ്റിലേക്ക് അല്ലെങ്കിൽ ഹിജ്ർ ഇസ്മായിലിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ശേഷം സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസ് തുടരുകയാണ്. അതിനുശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായിട്ടുള്ള നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്തതിന് ശേഷം ഈമാൻ നിറച്ച സ്വർണ്ണത്തളിക കൊണ്ടുവന്ന ഒരു പാത്രം, അതുകൊണ്ട് ആ ഹൃദയത്തെ കഴുകി എന്നുള്ള ഈമാൻ നിറച്ച സ്വർണ്ണത്തളി കൊണ്ടുള്ള ഒരു പാത്രം.
മറ്റൊരു ഹദീസിൽ സംസം കൊണ്ട് കഴുകി. രണ്ട് രൂപത്തിലുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ചിന്തിച്ചു നോക്കുക, നമ്മൾ ഒരല്പം പിറകിലേക്ക് പോവുകയാണെങ്കിൽ ഹലീമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ മുലയൊട്ടിയ ആ സ്ത്രീയുടെ ചരിത്രം നമ്മൾ പറഞ്ഞ സന്ദർഭത്തിൽ 9ാമത്തെ ഭാഗത്താണെന്ന് തോന്നുന്നു. അവിടെ ഷഖ്ഖു സ്വദർ എന്നറിയപ്പെടുന്ന ആ സംഭവം വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട സംഭവം തന്നെയാണ്. റസൂലുള്ളാഹി 5-6 വയസ്സ് പ്രായം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നടന്നൊരു സംഭവം. രണ്ടാളുകൾ വന്ന് റസൂലുള്ളാഹിനെ കിടത്തി ഇതേ രൂപത്തിൽ ഹൃദയം പുറത്തെടുത്ത് കഴുകുന്നുണ്ട്. അതേ കാര്യം വീണ്ടും ഈ ഒരു സന്ദർഭത്തിൽ ആവർത്തിക്കുകയാണ്. പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രം. ആദ്യത്തെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഹൃദയം പുറത്തെടുത്ത് അവർ പ്രത്യേക ഭാഗം ഒഴിവാക്കുന്നുണ്ട്. ഹാദാ ഹല്ലു ഷൈത്വാനി മിൻക് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ നിന്നും ഒരു കറുത്ത ഭാഗം ഒഴിവാക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ അത് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ചെയ്തതാണ്. അപ്പൊ ആദ്യം 5-6 വയസ്സിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അതേ സംഭവം അരങ്ങേറിയിട്ടുണ്ട്. പിന്നീട് 10-40 വർഷത്തിന് ശേഷം ഈ ഒരു സന്ദർഭത്തിൽ അതേ സംഭവം ആവർത്തിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ ആ പുണ്യഹൃദയം അത് കഴുകി അവിടെ തുന്നിച്ചേർത്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സ്വഹീഹായിട്ടുള്ള ഉദ്ധരണിയിൽ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ മദീന കാലഘട്ടത്തും ആ തുന്നിയ പാടുകൾ ഞങ്ങൾ കണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്ത് സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് അതേ പ്രവൃത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആവർത്തിക്കാനുള്ള കാരണം? അതിലുള്ള ചില യുക്തി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു യാത്രയിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ലോകത്തൊരു മനുഷ്യനും കാണാത്ത ഒരു അത്ഭുത ലോകത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാകാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ദുനിയാവിൽ തന്നെ നമ്മൾ സ്പേസ് യാത്രകൾ നടത്തുന്ന സന്ദർഭത്തിൽ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളുടെ പ്രിപ്പറേഷനാണ് ഓരോ ആസ്ട്രോണറ്റ്സിന് അവർ കൊടുക്കാറുള്ളത്. EVA പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാസങ്ങളുടെ പ്രിപ്പറേഷൻ അവർ നൽകാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സഞ്ചരിക്കാൻ പോകുന്നത് ലോകത്ത് ഒരു സൃഷ്ടിയും എത്തിച്ചേരാത്ത ആ വാനലോകത്തിന്റെ അതിർത്തി കടന്നിട്ടാണ്. അതായത് കാണാൻ പോകുന്ന കാഴ്ചകൾ ആയാത്തി റബ്ബിഹിൽ കുബറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ, അതായത് നമ്മളൊന്നും കാണാത്ത മറ്റൊരു ഡയമെൻഷനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബിയായ ലോകത്തിലേക്കാണ് റസൂലുള്ളാഹി പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പറയുന്നത്, സ്വഹീഹായിട്ടുള്ള ഹദീസിൽ തന്നെ, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി കണ്ട കാഴ്ചകൾ, പ്രത്യേകിച്ച് ഈ ഒരു യാത്രാവേളയിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പോകുന്ന ആ കാഴ്ചകൾ, അത് ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടിരുന്നെങ്കിൽ, ഇബ്നു ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന, അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി കണ്ട കാഴ്ചയുടെ ഒരു ചെറിയ ശതമാനെങ്കിലും ഭൂമിയിൽ മറ്റേതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടിരുന്നെങ്കിൽ അവർക്ക് മാനസിക നില തെറ്റിപ്പോകുമായിരുന്നു. അത്രയും വലിയ ഭീകരമായിട്ടുള്ള കാഴ്ചകളാണ് റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായിട്ട് ആ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി ജീവിതകാലത്ത് കണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു യാത്രാവേളയിൽ. ആ മഹാകാഴ്ചകൾ കാണാനുള്ള ആ യാത്ര, അതിനുള്ള ഒരു മുന്നൊരുക്കായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ ഹൃദയത്തെ പാകപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഹൃദയം പുറത്തെടുത്തത് ഈമാൻ നിറച്ചു. അതിനുശേഷം സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസ് തുടരുകയാണ്, സുമ്മ ഊതീതു ദബ്ബ. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ സവാരിക്കുള്ള ഒരു മൃഗത്തെ കൊണ്ടുവന്നു. സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസിൽ ഊതീതുൽ ബുറാഖ്, അതായത് ബുറാഖ് എന്നറിയപ്പെടുന്ന ഒരു ജീവിയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നു. റസൂലുള്ളാഹി അതിനെയും വിവരിക്കുന്നുണ്ട് ഹദീസിൽ, ദാബത്തുൻ നബിയൽ ദൂനൽ ബഗ്ലി വ ഫൗഖൽ ഹിമാർ, അതായത് കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായിട്ടുള്ള ആ രൂപത്തിൽ സൈസുള്ള ഒരു സൃഷ്ടി. അല്ലാഹു അലം. അതേ സന്ദർഭത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള തുർമുദിയിലുള്ള ഹദീസിൽ കടിഞ്ഞാണിട്ട് ജീനി അണിയിക്കപ്പെട്ട രൂപത്തിലായിരുന്നു ആ മൃഗത്തെ കൊണ്ടുവന്നത്. സുബ്ഹാനല്ലാഹ്. ബുറാഖ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക, ശരീരമുള്ളൊരു സൃഷ്ടിയാണ്. അപ്പൊ അത് തന്നെ വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര എന്നുള്ളത് കേവലം സ്വപ്ന ദർശനമല്ല. കാരണം ഇസ്രാ മിഅ്റാജ് സ്വപ്ന ദർശനം വളരെ കൃത്യമായിട്ടുള്ള തെളിവ് നൽകുന്നുണ്ട്. കാരണം ശാരീരിക യാത്രക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ജീവിയെ ഉപയോഗിക്കേണ്ടതുള്ളൂ. ആത്മാവിന് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ സ്പിരിറ്റിന് യാത്ര ചെയ്യാൻ അതേ രൂപത്തിലുള്ള ഒരു ജീവിയുടെ സഹായം വേണ്ടതില്ല. ആ വാനലോകം താണ്ടി ബുറാഖ്, അതായത് ഈ പ്രപഞ്ചത്തിന്റെ അറ്റത്തേക്ക് നമുക്ക് പരിചയമില്ലാത്തൊരു ജീവൻ അത്രയും ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു കാര്യം, സാന്ദർഭികമായിട്ട് പല ബുറാഖിനെ സംബന്ധിച്ചുള്ള ചില ഭാവനാ ചിത്രങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് പലതും ഇതിനോട് ചേർക്കപ്പെട്ട, അതിലൊന്നാണ് ബുറാഖിനെ സംബന്ധിച്ചുള്ള ഒരു ഭാവനാ ചിത്രം. ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയുടെ തലയും അതേ രൂപത്തിലൊരു കുതിരയുടെ ഉടലുള്ള ഒരു ചിത്രം പല രൂപത്തിലായിട്ട് മുൻകാലഘട്ടത്തെല്ലാം അത് നാട്ടിലെല്ലാം പ്രചരിച്ചിരുന്നു. ഇന്നാ ചിത്രം കാണാനല്ല. ഇതെല്ലാം ഇതേ രൂപത്തിൽ പിൻകാലഘട്ടത്ത് ഭാവനയിൽ സൃഷ്ടിക്കപ്പെട്ട, നമ്മുടെ ഭാവനയ്ക്ക് അതീതമായിട്ടുള്ള എന്തോ ഒരു സൃഷ്ടി. സുബ്ഹാനല്ലാഹ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ കൗതുകപ്പെടുത്തിയൊരു കാര്യം, ബുറാഖ് എന്നുള്ള പദത്തിനർത്ഥം പ്രകാശം അല്ലെങ്കിൽ മിന്നൽ എന്നുള്ള അർത്ഥമാണ്. സുബ്ഹാനല്ലാഹ്. ബർഖ് എന്നുള്ള പദത്തിന്റെ ജംആണ് യഥാർത്ഥത്തിൽ ബുറാഖ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 20-ാമത്തെ വചനത്തിൽ അതേ പദ അർത്ഥത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും. സുബ്ഹാനല്ലാഹ്.
പ്രകാശം അല്ലെങ്കിൽ മിന്നലെന്നർത്ഥം വരുന്ന ഒരു തരം സൃഷ്ടി. അള്ളാഹു അലം. ചിന്തിച്ചു നോക്കുക, അത്ഭുതപ്പെടുന്ന, ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. ഇന്ന് പ്രപഞ്ചത്തിൽ ഏറ്റവും പോസിബിൾ സ്പീഡ് എന്നുള്ളത് ലൈറ്റാണെന്ന് അവർ പറയുന്നുണ്ട്. അള്ളാഹു അലം. സുബ്ഹാനല്ലാഹ്, അത്ഭുതം. ഹദീസ് തുടരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അതിന്റെ സ്പീഡിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കാരണം ഇത്രയും വാനലോകങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കണ്ണെത്തും ദൂരത്ത് അത് കാലെടുത്ത് വെക്കും എന്നുള്ള. ആ ദൂരം എത്രയാണ്? അള്ളാഹു ആലം. അത്രയും സുദീർഘമായിട്ടുള്ള, അത്രയും അതിവേഗതയിൽ, ഒരുപക്ഷെ അള്ളാഹു ആലം പ്രകാശത്തേക്കാൾ, ഇപ്പൊ നമുക്കറിയാം പ്രകാശമാണ് ഏറ്റവും വേഗതയുള്ള വസ്തു എന്ന് അവർ പറയുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിനേക്കാൾ വേഗതയുള്ള ഒരു സൃഷ്ടി ഉണ്ടാക്കാനുള്ള വല്ല പ്രയാസവും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഖ്ലുഖുല്ലാഹു മാ യശാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന അവൻ സൃഷ്ടിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ജീവികളെ സംബന്ധിച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂറിന്റെ 45-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലുള്ള ജീവികളെ സംബന്ധിച്ച് വമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും യംശി അലാ റിജ്ലൈഹി, ചില ജീവികൾ അവർ വയറിൽ ഇടഞ്ഞ് സഞ്ചരിക്കുന്നുണ്ട്, ചില ജീവികൾ 4 കാല്, ചില ജീവികൾ 2 കാല്. അതെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വയഖ്ലുഖുല്ലാഹു മാ യശാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു. അത് നമ്മൾ അറിഞ്ഞ സൃഷ്ടി ആയിക്കൊള്ളുന്നില്ല. അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ നഹ്ലിൽ വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തതും പലതും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അത്തരത്തിലൊരു ജീവി ആയിരിക്കണം ഇത്. ഇപ്പൊ നമുക്കറിയാം അതിന്റെ വേഗത റസൂലുള്ളാഹി പറഞ്ഞത് കണ്ണെത്തുന്ന ആ ദൂരത്തേക്കാണ് അതിന്റെ ഒരു സ്റ്റെപ്പ്. അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ദുനിയാവിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആനിമൽ എന്നുള്ളത് ചീറ്റപ്പുലിയാണ്. അതേ സന്ദർഭത്തിൽ ആമ വളരെ സ്ലോയിലാണ്, അല്ലെങ്കിൽ വളരെ സാവധാനാണത് സഞ്ചരിക്കാറുള്ളത്. എന്തുകൊണ്ടാണത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരവില്ല. എന്തുകൊണ്ട് ചീറ്റപ്പുലി അത്രയും വേഗത്തിൽ ഓടുന്നു, എന്തുകൊണ്ട് ആമ വളരെ സാവധാനം സഞ്ചരിക്കുന്നു? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്ന് സൃഷ്ടിക്കുന്നു, അതിനനുസരിച്ചുള്ള പ്രകൃതം. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും സൃഷ്ടിക്കുന്നു, അതിന് തത്തുല്യമായിട്ടുള്ള പ്രകൃതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അത് നമ്മൾ അറിയുന്ന സൃഷ്ടികളല്ലാതെ തന്നെ വയഖ്ലുഖു മാ ലാ തഅലമൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാത്ത രൂപത്തിലുള്ള നിരവധി സൃഷ്ടികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ വളരെ കുറഞ്ഞ് അമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ കുറച്ച് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ബുറാഖ് അതിവേഗതയിലുള്ളൊരു വാഹനമാണ്. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരപ്പെട്ടു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാഹനത്തിന്റെ മുകളിലേക്ക് കയറി. തുർമുദ്ദിരിക്കുന്ന ഹദീസിൽ ആ മൃഗം അപരിചിതരായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ വാഹനത്തിൽ ഒരു മൃഗത്തിന്റെ പുറത്തേക്ക് കയറുന്ന സന്ദർഭത്തിൽ മൃഗം ഒന്ന് കുതറും. അതേ രൂപത്തിൽ ഫസ്തസ്അബ അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയ സന്ദർഭത്തിൽ ആ മൃഗം അതൊന്ന് ശരീരം കുടഞ്ഞു എന്നുള്ള. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അബി മുഹമ്മദിൻ തഫ്അലു ഹാദാ, മുഹമ്മദിനെ വെച്ചിട്ടാണ് ഈ ഒരു പ്രവൃത്തി നീ ചെയ്യുന്നത്? ഫമാ റകിബു അഹദുൻ അക്രമു അലല്ലാഹി മിൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഈ ഒരു മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഈ ഒരു മനുഷ്യനേക്കാൾ, അദ്ദേഹത്തെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആദരണീയനായിട്ടുള്ള ഒരാളും നിന്റെ പുറത്ത് ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിനേക്കാൾ ആദരണീയനായിട്ടുള്ള ഒരാളും നിന്റെ പുറത്ത് ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല. ആ സംസാരത്തിനിടയിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ പല ആളുകളും ഒരുപക്ഷെ ആ ജീവിയുടെ പുറത്ത് സഞ്ചരിക്കാം. അല്ലാഹു അലം. സുബ്ഹാനല്ലാഹ്. ചില പണ്ഡിതന്മാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജെറൂസലേമിൽ നിന്നും മക്കയിലേക്ക് എത്തിയതെല്ലാം ഈ ബുറാഖിന്റെ പുറത്ത്, ഇതേ രൂപത്തിലുള്ള ചില അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹു അലം. അത് പറഞ്ഞ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതായത് ഈ കയറുന്ന ആളേക്കാൾ പവിത്രമായിട്ടുള്ള ഒരാളും നിന്റെ പുറത്ത് ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ആ മൃഗം അത്യധികം ശാന്തമായി, ഭയം കാരണം, റസൂലുള്ളാഹിനോടുള്ള ആ ആദരവ് കാരണം അങ്ങേയറ്റം താഴ്മയോടുകൂടെ അവിടെ നിന്നുകൊടുത്തു. റസൂലുള്ളാഹ് ആ മൃഗത്തിനും പുറത്തേക്ക് കയറി ആ യാത്ര പുറപ്പെട്ടു. ആദ്യമായിട്ട് അവർ പോകുന്നത്, ആദ്യത്തെ പോയിന്റ് മസ്ജിദുൽ അഖ്സയാണ്. ഇപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ആ ബുറാഖ് എന്നുള്ള വാഹനത്തിൽ മസ്ജിദുൽ അഖ്സ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ യാത്രയിലാണ്. ആ പോകുന്ന യാത്രാ വഴിമധ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു കാഴ്ച സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആ യാത്രാവേളയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമീപത്തൂടെ കടന്നുപോയി എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഇന്ദ കസീബിൽ അഹ്മർ, ഒരു ചുമന്ന മണൽക്കുന്നിനടുത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബർ ഞാൻ കണ്ടു എന്നുള്ള. അതേ സന്ദർഭത്തിൽ അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഫാത്തിനെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിലും അവിടെയും റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബർ എനിക്കറിയാം, വല്ലാഹി ലൗ ഇന്നി ഇൻദഹു ലറഅയ്തുകും ഖബറഹു, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ഇന്ദ കസീബിൽ അഹ്മർ, ചുമന്നൊരു മണൽക്കുന്നിനടുത്താണ് അതുള്ളത്. സുബ്ഹാനല്ലാഹ്.
റസൂലുള്ള മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഖബറിന് സമീപത്തുകൂടെ യാത്ര പാസ് ചെയ്തു. ആ സന്ദർഭത്തിൽ റസൂലുള്ള കണ്ടു വഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഖബറിൽ നമസ്കരിക്കുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണപ്പെട്ടു എന്നാണ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുക? അള്ളാഹു അലം. കാരണം ഞാൻ പറഞ്ഞു, ഇത് മറ്റ് സ്പിരിച്വൽ വേൾഡിലുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ അവന്റെ അടിമക്ക് കാണിച്ചു കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്കുണ്ട് വല്ല പ്രയാസവും. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം ഈ ബുറാഖുമായിട്ട്, ഈ വാഹനവുമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയിലെത്തുകയാണ്. മസ്ജിദുൽ അഖ്സയിലെത്തിയ സന്ദർഭത്തിൽ തുർമുദി ധരിക്കുന്ന ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൈകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിൽ ആ ബുറാഖിനെ ബന്ധിച്ചു. അതാണ് സുനന് തുർമുദിയിലുള്ള ഹദീസ്, സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. അതേ സന്ദർഭത്തിൽ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ പ്രവാചകന്മാരെല്ലാം ബന്ധിക്കാറുണ്ടായിരുന്ന ഒരു വളയത്തിൽ അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൃഗത്തെ ബന്ധിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് അതിനെ ബന്ധിക്കാനുള്ള കാരണം? അതൊരു മൃഗമാണ്. നമ്മൾ റസൂലുള്ള മറ്റൊരു ഹദീസിൽ ഇഖിൽഹാ വ തവക്കൽ, അത് ബന്ധിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, മറ്റു മനോഹരമായിട്ടൊരു പോയിന്റ്, മറ്റെല്ലാ പ്രവാചകന്മാരും ബന്ധിച്ച അതേ സ്ഥലത്ത് ബന്ധിക്കുക വഴി ആ പ്രവാചകന്മാരുമായിട്ടൊരു ബോണ്ട് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ബുഖാരി ഹദീസ് തുടരുകയാണ്. റസൂലുള്ള മസ്ജിദുൽ അഖ്സയിൽ കയറി. അതിനുശേഷം അവിടെ 2 റക്അത്ത് നമസ്കരിച്ചു. മറ്റൊരു ഹദീസ് സ്വഹീഹായിട്ടുള്ള മറ്റൊരു ധരണിയിൽ ആ 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലേക്ക് തിരിഞ്ഞ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് വലിയൊരു അത്ഭുതം കാണാം. റസൂലുള്ളാഹ് ലോകത്തേക്ക് അയക്കപ്പെട്ട മൊത്തം പ്രവാചകന്മാർ പിറകിൽ നിൽക്കുന്നതായിട്ട് കാണിക്കപ്പെട്ടു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ്? അല്ലാഹു അലം. സുബ്ഹാനല്ലാഹ്. എത്ര പ്രവാചകന്മാരാണ് നമുക്കറിയാം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ 1,25,000-ലധികം പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അത്രയും കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും അവിടെ സംഗമിക്കുകയാണ്. അതും മസ്ജിദുൽ അഖ്സയിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൊത്തം പ്രവാചകന്മാരുടെയും സംഗമം. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള സംഘമാണത്. അതും അതിന് തെരഞ്ഞെടുത്ത ആ സ്ഥലം എത്ര പവിത്രമായിരിക്കും, ചിന്തിച്ചു നോക്കുക. അങ്ങനെ നമസ്കാരത്തിന് സമയമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇമാമ് നിൽക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഇമാമായിട്ട് നിന്നു. മറ്റുള്ള അമ്പിയാക്കളും അവർ മറ്റൊരു സഫായിട്ട് റസൂലുള്ളാഹിന്റെ പിറകിൽ നിന്ന് അവർ നമസ്കരിക്കുകയാണ്. അതായത് മൊത്തം അമ്പിയാക്കളുടെ ഇമാമായിട്ട് ഇമാമുൽ മുർസലീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമസ്കരിക്കുകയാണ്. സയ്യിദുൽ അംബിയ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ, അതായത് റസൂലുള്ള മുമ്പിൽ, ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഒരൊറ്റ സഫിലായിട്ട് പിറകിൽ. സുബ്ഹാനല്ലാഹ്. മനോഹരമായിട്ട് ആ ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, അതായത് എല്ലാം ഒരേ സഫിൽ, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ യാതൊരു വിവേചനവും ഞങ്ങൾ കാണിക്കുന്നില്ല. അതല്ലെങ്കിൽ അതേ സന്ദർഭത്തിൽ എല്ലാ പ്രവാചകന്മാരും തുല്യരാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ ചില പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ശ്രേഷ്ഠ നൽകി. റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ, റസൂലുള്ളാഹിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅ്ദുഹും അലാ ബഅദ്. സുബ്ഹാനല്ലാഹ്. ആയത്തെല്ലാം അവിടെ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു നമസ്കാരം, മനോഹരമായിട്ടുള്ള ഈ ഒരു നമസ്കാരം, പ്രവാചകന്മാർ മുഴുവൻ സംഗമിക്കുന്ന ആ നമസ്കാരം പ്രതീകാത്മകമായിട്ട് നൽകുന്ന നിരവധി പാഠങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നൽകപ്പെടുന്ന പാഠം, എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശം അടിസ്ഥാനപരമായിട്ട് ഒന്നാണ്. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഒരേ ആദർശമായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമസ്കാരം കാണിച്ചിരുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇമാമായിട്ട് അവിടെ നിൽക്കുന്നത്. പിറകിലുള്ള ഓരോ പ്രവാചകന്മാരും പ്രതിനിധീകരിക്കുന്നത് ഓരോ സമുദായത്തെയാണ്. ആദ്യത്തെ മനുഷ്യൻ നമുക്കറിയാം ഒരു പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. പിന്നീട് വന്ന ഓരോ പ്രവാചകന്മാരും ലോകത്തുള്ള ഓരോ മനുഷ്യ സമൂഹത്തെ, ആ സമൂഹത്തിലുള്ള സർവ്വ ആളുകളെയും പ്രതിനിധീകരിക്കുകയാണ്. അപ്പൊ മൊത്തം പ്രവാചകന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ട് അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ അക്ഷരാർത്ഥത്തിൽ പുലരുന്നത് അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ പറയുന്ന മറ്റൊരു ഹദീസാണ്. സുബ്ഹാനല്ലാഹ്. അന സയ്യിദ് വലദി ആദം വലാ ഫഖർ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആദം മക്കളുടെ സയ്യിദാണ്. ഞാനിത് അഹങ്കാരം കൊണ്ടല്ല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് ആക്കിയിട്ടുള്ളത്. അതൊരർത്ഥത്തിൽ ഇവിടെ പ്രതിഫലിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മറ്റൊരു മനോഹരമായിട്ട് നമസ്കാരം കാണിച്ചിരുന്ന മറ്റൊരു പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം സീറ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം മക്കയിൽ അവസാനത്തിൽ ആ 2 വർഷവും പിന്നീട് ഹിജറയ്ക്ക് ശേഷം മദീനയിലുള്ള തുടക്കത്തിൽ 16-17 മാസം ഖിബലയായിട്ട് റസൂലുള്ളാഹ് നമസ്കരിച്ചു കൊണ്ടിരുന്നത് മസ്ജിദുൽ അഖ്സയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് 2 ഖിബലക്കും അഭിമുഖമായിട്ട് നമസ്കരിച്ച ഏക പ്രവാചകൻ ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. സുബ്ഹാനല്ലാഹ്.
ആദ്യത്തെ റസൂലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയുന്നു. കാരണം അതായിരുന്നു തൊട്ടു മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ആ ജനവിഭാഗം ബനു ഇസ്രായേലിന്റെ കേന്ദ്രമായിരുന്നു ജെറൂസലേം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിന്റെ തുടർച്ചയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കപ്പെടുന്നത്. ആ ഒരു യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ ഖിബ്ലയായിട്ട് നൽകപ്പെട്ടത് മസ്ജിദുൽ അഖ്സയായിരുന്നു. ബനു ഇസ്രായേൽ നമുക്കറിയാം, നമ്മുടെ തൊട്ട് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹം ബനു ഇസ്രായേൽ സമൂഹമായിരുന്നു. അവർക്കാണ് ആ ദൗത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഖൈർ ഉമ്മത്താകാനുള്ള ദൗത്യം അവർക്ക് നൽകി. പക്ഷേ ആ ദൗത്യം നിറവേറ്റുന്നതിൽ അവരെല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു. ആ ദൗത്യം അവർ യഥാക്രമം നിർവഹിക്കാത്തത് കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദൗത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിൽ നിന്നും ബനു ഇസ്മായിലിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നൽകപ്പെടാൻ. സുബ്ഹാനല്ലാഹ്. ആ നമസ്കാരം പ്രതീകാത്മകമായിട്ട് കാണിക്കുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു ആശയം അതാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാ കടന്നു വന്നത്, റസൂലുള്ളാ അന്തിമ പ്രവാചകനാണ്. ഏതെങ്കിലും ഒരു ദേശത്തിനോ ഏതെങ്കിലും ഒരു ഭാഷയിലല്ല റസൂലുള്ളാ കടന്നു വന്നത്, ലോകർക്ക് മൊത്തമായിട്ടാണ്. കാഫത്തൻ ലിന്നാസ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ റസൂലുള്ളാ അയക്കപ്പെട്ടതുകൊണ്ട് തന്നെ മൊത്തം പ്രവാചകന്മാർക്ക് ഇമാമായിട്ട് നിൽക്കുക വഴി മൊത്തം പ്രവാചകന്മാരുടെയും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മൊത്തമായിട്ട് അയക്കപ്പെട്ട പ്രവാചകനാണെന്നും പ്രതീകാത്മകമായിട്ട് ഇത് കാണിച്ചു തരാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും കാലം ബനു ഇസ്രായേലിന്റെ അവരുടെ ആത്മീയ കേന്ദ്രം, സ്പിരിച്വൽ സെന്റർ എന്നുള്ളത് മസ്ജിദുൽ അഖ്സയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പുതിയ പ്രവാചകനെ അയച്ചു. ആ ദൗത്യം പുതിയൊരു ഉമ്മത്തിലേക്ക് നൽകപ്പെട്ടു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ നമുക്കറിയാം മസ്ജിദുൽ അഖ്സ പിന്നീട് മാറ്റി നമ്മുടെ ഖിബ്ലയായിട്ട് ആദർശ പിതാവായിട്ട്. അതും അത്ഭുതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സെമിറ്റിക് മതങ്ങൾ ജൂത, ക്രൈസ്തവ, ഇസ്ലാം എല്ലാം ഒന്നിക്കുന്ന ഈ സെമിറ്റിക് മതങ്ങൾ ഒന്നിക്കുന്ന ഒരു പോയിന്റ് എന്നുള്ളത് അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കപ്പെട്ട ആ ഭവനം, അതായത് ലോകർക്ക് അവസാനമായിട്ട് നൽകപ്പെട്ട ആ പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് ഉമ്മത്തും ഒരുപോലെ ആദരിക്കപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കപ്പെട്ട ആ ഭവനത്തെ അവസാന ഉമ്മത്തിന്റെ കേന്ദ്രമായിട്ട് കഅബയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു, മുസ്ലിം ഉമ്മത്തിന് നൽകിയെന്നുള്ള. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഖിബ്ല മാറ്റി റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബാലയം മുസ്ലിങ്ങൾക്ക് കഅബയായിട്ട്, മുസ്ലിങ്ങൾക്ക് ഖിബ്ലയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബ നൽകുകയാണ്. ചുരുക്കത്തിൽ ആ ഒരു ട്രാൻസ്ഫർ, അതായത് ഉമ്മത്തിന്റെ ദൗത്യം, അത് ബനു ഇസ്രായേലിൽ നിന്നും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലേക്കുള്ള അതിന്റെ കൈമാറ്റം വളരെ പ്രതീകാത്മകമായിട്ട് ആ നമസ്കാരം മനോഹരമായിട്ട് കാണിച്ചിരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇമാമായി നമസ്കരിച്ചതിന് ശേഷം ആ പള്ളിക്ക് പുറത്തിറങ്ങി. ഹദീസ് തുടരുകയാണ്. പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഠിനമായിട്ടുള്ള ദാഹം അനുഭവപ്പെട്ടു. ദാഹം അനുഭവപ്പെട്ട സന്ദർഭത്തിൽ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ ഫജാഅനി ജിബ്രീൽ ബി ഇനാഇൻ മിൻ ലബൻ വ ഇനാഇൻ മിൻ ഖംർ. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പാത്രത്തിൽ മദ്യവും മറ്റൊരു പാത്രത്തിൽ പാലും എന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. മറ്റൊരു പ്രത്യേകമായിട്ടൊരു പോയിന്റ് ഓർക്കേണ്ടത്, ഈ ഒരു സന്ദർഭത്തിൽ മദ്യം ഹറാമാക്കിയിട്ടില്ല. മദീന കാലഘട്ടത്തിലാണ് അത് ഹറാമാക്കുന്നത്. അതേപോലെ തന്നെ സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ ഇതേ സംഭവം നടക്കുന്നത് മിഅ്റാജ് വേളയിലാണ്. ഞാൻ നേരത്തെ ആ ഓർഡറിലുള്ള പ്രശ്നം പ്രത്യേകമായിട്ട് ഞാൻ മുഖവരായിട്ട് പറയാനുള്ള കാരണം അതാണ്. ഇതേ രൂപത്തിൽ പാലും മദ്യവും റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയാണ്, ഫഖ്തർത്തുൽ ലബൻ, ഞാൻ അതിൽ നിന്നും പാല് തിരഞ്ഞെടുത്തു, കുടിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പാല് തിരഞ്ഞെടുത്തു. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇഖ്തർതൽ ഫിതുറ, താങ്കൾ ശുദ്ധ പ്രകൃതിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അൻത അലൈഹ വ ഉമ്മത്തുക്, താങ്കളും താങ്കളുടെ ആ ജനതയും ആ ശുദ്ധ പ്രകൃതിയിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. ആ ശുദ്ധ പ്രകൃതി എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഇസ്ലാമാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഇസ്ലാമിനോളം ഫിത്രയുമായിട്ട് യോജിക്കുന്ന മറ്റൊരു മത ലോകത്തില്ല. വളരെ ക്ലിയറാണ്, ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ആ പാലെന്നുള്ളത് അവിടെ കാണിക്കുന്നത് മനുഷ്യന്റെ ഫിത്രയാണ്, ശുദ്ധമായിട്ടുള്ള പ്രകൃതി. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ സന്താനങ്ങളും, ലോകത്തുള്ള മുഴുവൻ കുട്ടികൾ ജനിക്കുന്നത് ഫിത്രയോടുകൂടിയാണ്. പിന്നീട് അവരെ ക്രൈസ്തവരും അതേപോലെ തന്നെ ജൂതന്മാരെല്ലാം ആക്കി മാറ്റുന്നത് അവരുടെ മാതാപിതാക്കളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ മതത്തോളം ഫിത്രയെ പരിപോഷിക്കുന്ന മറ്റൊരു മതമില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഇതേ രൂപത്തിൽ അതേപോലെ തന്നെ പാലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, പാലെന്നുള്ളത് അത് ഫിത്ര മാത്രമല്ല, അതൊരു ഏറ്റവും പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരമാണ്. സമീകൃത ആഹാരം എന്നെല്ലാം നമ്മൾ പാലിനെ വിളിക്കാറുണ്ട്. നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ശരീര വളർച്ചയെ എല്ലാ അർത്ഥത്തിലും പരിപോഷിക്കുന്ന ഒരു പാനീയമാണ്. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം മുലപ്പാലിന്റെ ആവശ്യം അതെല്ലാം സുദീർഘമായിട്ട് നമ്മൾ തന്നെ പറയാറുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നഹ്ലിന്റെ 66-ാമത്തെ വചനത്തിൽ മിൻബൈന ഫർസിൻ വദമിൻ ലബനിൻ ഖാലിസൻ സായിഹൻ ലിശാരിബീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്,
ആ മൃഗങ്ങളുടെ ഉദരത്തിൽ രക്തത്തിനും കാഷ്ടത്തിനും ഇടയിൽ നിന്നും കുടിക്കുന്ന ആളുകൾക്ക് ശുദ്ധമായിട്ടുള്ള പാല് ഞാൻ അവർക്ക് നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ പാലെന്നുള്ളത് അവിടെ ഒരു പ്രതീകമാണ്. ഫിത്രയെ മാത്രമല്ല, അത് നമ്മുടെ അറിവിനെ കൂടെ ആ പാല് പ്രതിനിധീകരിക്കുന്നുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ഹദീസ് സ്വഹീൽ ബുഖാരിയിലും സ്വഹീൽ മുസ്ലിമിലും കടന്നു വരുന്ന ഒരു ഹദീസിൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി ഒരുപാട് പാല് കുടിക്കുന്നതായിട്ടും അവസാനം ആ പാലുള്ള പാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നൽകപ്പെടുന്നതായിട്ടും റസൂലുള്ളാഹി സ്വപ്നം കണ്ടു. അത് ആ സ്വപ്നത്തെ സംബന്ധിച്ച് പറഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകൻ എന്താണ് അതിന്റെ തവ്വീൽ, എന്താണ് അതിന്റെ വ്യാഖ്യാനം? ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇൽമ്, അവിടെ അറിവാണ് റസൂലുള്ളാഹി പാലുമായിട്ട് ബന്ധിപ്പിച്ചത്. അപ്പൊ പാല് പ്രതിനിധീകരിക്കുന്നത് മനുഷ്യന്റെ ഫിത്ര, അതേപോലെ തന്നെ മനുഷ്യന്റെ അറിവ്. നമുക്കറിയാം, അറിവിനെയും ഇസ്ലാമിനോളം പരിപോഷിപ്പിക്കപ്പെട്ട മറ്റൊരു മതമില്ല. നമ്മുടെ മതം നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്ന തന്നെ ഇഖ്റ ബിസ്മി റബ്ബി, വായിക്കാനുള്ള കൽപ്പനയിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്. അതേ സന്ദർഭത്തിൽ മറ്റു പാത്രത്തിൽ കൊണ്ടുപോയി വെച്ച മദ്യത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. മദ്യം എന്നുള്ളത് അതിന്റെ നേർവിരുദ്ധമാണ്. അത് ശുദ്ധമായതല്ല, അത് വൃത്തികെട്ടതാണ്, അത് ഫെർമെന്റഡ് ആണ്, അത് ദുർഗന്ധം വമിക്കുന്നതാണ്, അത് ഫിത്രയെ മറക്കുന്നതാണ്. മനുഷ്യനെ യഥാവണ്ണം ചിന്തിക്കുന്നതിൽ നിന്നും തടയുന്ന ഒരു പാനീയമാണ് മദ്യം. അപ്പൊ നമുക്കറിയാം, മദ്യപാനികളായിട്ടുള്ള ആളുകൾ അവര് നോർമലായിട്ടുള്ള ആളുകൾ ചെയ്യാത്ത രൂപത്തിൽ നഗ്നത പോലും വെളിവാക്കി അവർ നടക്കുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. കാരണം മനുഷ്യബുദ്ധിയെ എല്ലാ അർത്ഥത്തിലും മറച്ചു വെക്കുന്ന, ചിന്താശേഷിയെ നശിപ്പിക്കുന്ന പാനിയാണ് ഖംറ എന്നുള്ളത്. ആ ഖംറ എന്നുള്ള പദം തന്നെ മറ്റൊരു കാര്യം, ഖംറ എന്നുള്ള പദത്തിനർത്ഥം മറക്കുക എന്നുള്ളതാണ്. ഭാഷയിൽ മറക്കുക. ഖമ്മറ യുഖമ്മിർ തഖ്മീർ എന്ന് വെച്ചാൽ മറക്കുക, ബുദ്ധിയെ മറക്കുന്ന പാനിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തല മറക്കുന്ന സ്ത്രീകൾ തല മറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ സ്കാർഫ്, ആ മക്കന, അല്ലെങ്കിൽ ആ അവരുപയോഗിക്കുന്ന മുഖമക്കനക്കും ഭാഷയിൽ ഹിമാർ എന്നാണ് പറയുക. അത് രണ്ടും തലയെ മറക്കുന്നതാണ്, അതേ റൂട്ട് വേർഡാണ്. നമ്മുടെ ചിന്താശേഷിയെ, നമ്മുടെ ബുദ്ധിയെ മറച്ചു വെക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫിത്രയെ വികൃതമാക്കുന്ന പാനിയാണ് ഖംർ എന്നുള്ളത്, മദ്യം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ പാലിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്രയെ റസൂൽ തെരഞ്ഞെടുക്കുകയാണ്. മനോഹരമായിട്ടുള്ള നിരവധി പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതാണ് മിഅ്റാജുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഉദ്ധരണികൾ. മറ്റൊരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ച സന്ദർഭത്തിൽ കണ്ട, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ രാത്രി എത്ര അത്ഭുതകരമാണ്. കാരണം അന്നത്തെ രാത്രി അവിടെ അരങ്ങേറുന്ന സംഭവങ്ങൾ, ലോകത്തുള്ള സർവ്വ പ്രവാചകന്മാരും അവിടെ സംഗമിച്ച് ആ രൂപത്തിലൊരു നമസ്കാരം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റസൂലുള്ളാഹിന്റെ സാന്നിധ്യം, എത്ര മഹനീയമായിട്ടുള്ള രാത്രിയാണ്. ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഉദ്ധരണി കാണാൻ സാധിച്ചത്. ഉദ്ധരണി അബൂ നുഐം അദ്ദേഹത്തിന്റെ ദലായിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഉദ്ധരണി. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം സൂറത്തുൽ ഇസ്രായിന്റെ വിശദീകരണത്തിൽ, സൂറത്തുൽ ഇസ്രായിന്റെ ആദ്യത്തെ വചനത്തിനടിയിൽ ഈ ഒരു സംഭവം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിഹ്യ അൽ കൽബി എന്നറിയപ്പെടുന്ന റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയെ റോമിലുള്ള സീസറിന്റെ അടുത്തേക്ക് റസൂലുള്ളാഹി സന്ദേശകനായിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. ആ ദിഹ്യ അൽ കൽബി ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ഞാൻ പറയും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് മനുഷ്യരൂപത്തിൽ വരുന്ന സന്ദർഭത്തിൽ, പല സന്ദർഭത്തിൽ അദ്ദേഹം ഈ ദിഹ്യയുടെ രൂപമായിരുന്നു സ്വീകരിച്ചത്. കാരണം അതിസുന്ദരനായിട്ടുള്ള സ്വഹാബിയായിരുന്നു. ഈ ദിഹ്യയെ റസൂലുള്ളാഹി സീസറിന്റെ അടുത്തേക്ക് അയച്ച സന്ദർഭത്തിൽ ആ കത്ത് വായിച്ചതിന് ശേഷം സീസർ ആ നാട്ടില്, റസൂലുള്ളാഹിന്റെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ എത്തിയതുണ്ടോ എന്ന് അന്വേഷിച്ചു. അവസാനം ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ അവിടെ കച്ചവടാവശ്യത്തിന് പോയിരുന്നു. അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഈ ഒരു സംഭവം സ്വഹീൽ ബുഖാരിയിൽ, ഈ സംഭവത്തിന്റെ ഈ ഒരു ഭാഗം സ്വഹീൽ ബുഖാരിയിൽ ആദ്യത്തെ അധ്യായം ബദഉൽ വഹീൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സുദീർഘമായിട്ടുള്ള ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയും. അതിനുശേഷം സീസർ നിരവധി ചോദ്യങ്ങൾ, ഇറാഖിലെ ചക്രവർത്തി നിരവധി ചോദ്യങ്ങൾ അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകം പറഞ്ഞു, താങ്കൾ സത്യസന്ധമായിട്ട് മറുപടി പറയണം. അത് പരിശോധിക്കാൻ വേണ്ടി ഒരാളെയും പ്രത്യേകമായിട്ട് അവിടെ നിർത്തി. റസൂലുള്ളാഹി ജീവിതത്തിൽ എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? അബൂ സുഫിയാൻ നിർബന്ധിതനാവാണ് സത്യം പറയാം. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല. അതിനിടയിൽ അബൂ സുഫിയാൻ പറയാണ്, ഈ ഒരു ഉദ്ധരണി ബുഖാരിയിൽ കാണില്ല, പക്ഷേ തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ആ തഫ്സീറിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ചിന്തിക്കുകയാണ്, എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ പിടിക്കപ്പെട്ട പ്രശ്നമാണ്. കാരണം അവർ ശാമിലേക്ക് കച്ചവടാവശ്യത്തിന് വരുന്നതാണ്. അതെങ്ങാനും ചക്രവർത്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം സത്യം പറയാൻ നിർബന്ധിതനായി. അദ്ദേഹം ചിന്തിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു കാര്യമെങ്കിലും നെഗറ്റീവായിട്ട് പറയാൻ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു. നഊദുബില്ല. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് സത്യമേ പറയാറുള്ളൂ, പക്ഷെ ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ജെറൂസലേമിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് പോയി വന്നു എന്നുള്ള ഒരു കാര്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്ന സന്ദർഭത്തിൽ ചക്രവർത്തി റസൂലുള്ളാഹിനെ പരിഹരിച്ച് ഇതേ രൂപത്തിലുള്ള ചിന്തകളാണ് അബൂ സുഫിയാന്റെ മനസ്സിലുള്ളത്.
അദ്ദേഹം അത് പറഞ്ഞ ഉടനെ തന്നെ സീസറുടെ കൊട്ടാരാണ്. നമുക്കറിയാം ആ റോമിലെ പ്രധാനപ്പെട്ട നിരവധി ക്രൈസ്തവ പാതിരിമാർ, പാത്രിയാർക്കീസുമാരെല്ലാം ആ കൊട്ടാരത്തിലുണ്ടാകും. അത് പറഞ്ഞ ഉടനെ തന്നെ, അബൂ സുഫിയാൻ അത് പറഞ്ഞ ഉടനെ തന്നെ അന്നത്തെ ജെറൂസലേമിന്റെ പോപ്പ് അദ്ദേഹം കൊട്ടാരത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, എനിക്കറിയാം ആ രാത്രി, ആ പറയപ്പെട്ട രാത്രിയെക്കുറിച്ച് എനിക്കറിയാം. ആ സന്ദർഭത്തിൽ സീസർ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്കത് അറിയുക? ആ സന്ദർഭത്തിൽ അന്നത്തെ ദിവസം അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പറയാണ്. ആ മൊണാസ്ട്രിയുടെ അതല്ലെങ്കിൽ ആ ജെറൂസലേമിന്റെ കോമ്പൗണ്ട് വാള്, അവിടെ ഉണ്ടായിരുന്ന ഒരു ഗേറ്റ്, അത് ഞങ്ങൾ എന്നും അടച്ചതിന് ശേഷമായിരുന്നു ഞങ്ങൾ ഉറങ്ങാറുള്ളത്. പക്ഷെ അന്നത്തെ ദിവസം എത്ര ശ്രമിച്ചിട്ടും ആ വാതിൽ എനിക്ക് അടക്കാൻ സാധിച്ചില്ല. എന്റെ കഴിയുന്ന ബലമെല്ലാം ഞാൻ ഉപയോഗിച്ച് അവസാനം അവിടെയുള്ള ആളുകളെ മുഴുവൻ വിളിച്ച് ഞങ്ങൾ മുഴുവൻ ശ്രമിച്ചിട്ടും ആ ഡോർ ഞങ്ങൾക്ക് അടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള. അന്നത്തെ ദിവസം ഞങ്ങളത് ആദ്യമായിട്ട് തുറന്നു വെച്ച് ഞങ്ങൾ ഉറങ്ങി. പിറ്റേ ദിവസം എഴുന്നേറ്റ സന്ദർഭത്തിൽ ആ ഡോർ അടക്കാനും സാധിച്ചു. അത് മാത്രമല്ല, അവിടെയുള്ള ഒരു കല്ലിൽ എന്തോ ഒരു കയറ് കെട്ടിയ പാടും ഞാൻ കണ്ടു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവമാണ്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക. ഈ രൂപത്തിലുള്ള വിചിത്ര സംഭവങ്ങൾ, അല്ലാഹു അലം അത് ഏത് രൂപത്തിലാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്, അതെല്ലാം അന്നത്തെ ദിവസം ആ മസ്ജിദുൽ അഖ്സയുടെ ആ ഒരു പരിസരത്തിൽ അരങ്ങേറി എന്നുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാല് തിരഞ്ഞെടുത്തു. അതിനുശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം ബുറാഖിനെ അവിടെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ ബുറാഖ് അവിടെ തന്നെയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയാണ് പിന്നീട് മിഅ്റാജിന് വേണ്ടി റസൂലുള്ളാഹ് അവിടുത്തെ അടുത്ത യാത്രയുടെ 2ാമത്തെ സ്റ്റേജിലേക്ക് പുറപ്പെടുന്നത്. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം ബുറാഖ് എടുത്ത് വീണ്ടും മക്കയിലേക്ക് പോവാണ്. അതാണ് യാത്രയുടെ ആ ഒരു രീതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വാനലോകത്തേക്ക് ഉയരുകയാണ്. അവിടെ മുതൽ അതായത് ആ യാത്രയുടെ അതിമനോഹരമായിട്ടുള്ള 2ാമത്തെ പകുതി മിഅ്റാജ് യാത്ര ആരംഭിക്കുകയാണ്. ആദ്യത്തെ യാത്രയിൽ അവർ ഒന്നാം ആകാശം പിന്നിടുന്നുണ്ട്. എന്താണ് ആകാശം? ഒന്നാം ആകാശം എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്ന എന്താണ്? സമാ എന്നുള്ളതുകൊണ്ട് വിവക്ഷ. അതേ രൂപത്തിൽ റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ കണ്ട വിചിത്രമായിട്ട് നിരവധി കാഴ്ചകൾ, അതിലുള്ള മനോഹരമായിട്ടുള്ള പാഠം, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ എത്തിയതും അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടതും അതിന്റെ മുഴുവനായിട്ടുള്ള രൂപം ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആഴത്തിൽ മനസ്സിലാക്കാനും ആ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാനും അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോട് കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.